ഡേവിഡിന്റെ കാറ് മൂവ് ചെയ്യുന്നത് അഞ്ജു തൂണിന്റെ പുറകിൽ നിന്ന് നോക്കിക്കൊണ്ടേയിരുന്നു. അവളുടെ അടുത്ത് അവളുടെ ഷോൾഡറിൽ കൈവച്ച് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദീപക്കും ഉണ്ടായിരുന്നു. ദീപക്കായിരുന്നു അവളുടെ ഒരേ ഒരു ആശ്വാസം. അവരെങ്ങനെ നിൽക്കുന്നത് റോസിയമ്മ കണ്ടിരുന്നു. റോസിയമ്മയ്ക്ക് അഞ്ജുവിനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. തൻ്റെ മകളാണ് അഞ്ജു എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് റോസിയമ്മ അവളെ കണ്ടത്. അവളുടെ അടുത്ത് പോവാനും അവളെ കെട്ടിപ്പിടിക്കാനും അവളുടെ നെറ്റിയിലൊരു ഉമ്മ കൊടുക്കാനും ഒക്കെ ആ അമ്മ മനസ്സ് ആഗ്രഹിച്ചു. പക്ഷെ നടക്കില്ലല്ലോ. അമ്മയാണെന്ന് പറഞ്ഞ് അഞ്ജുവിൻ്റെ അടുത്ത് പോയാൽ അവളുടെ പ്രതികരണം എന്തായിരിക്കും? പിന്നെ ദിവാകരനല്ലേ അവളെ വളർത്തിയത്, അതുകൊണ്ട് അവളുടെ സ്വഭാവം മോശമായിരിക്കുമല്ലോ. അഞ്ജുവിനോട് ഡേവിഡിനും ആവണിക്കുമുള്ള മനോഭാവം എന്താണെന്ന് റോസിയമ്മയ്ക്കും അറിയാം. അതൊക്കെ കൊണ്ട് ഇപ്പോൾ അഞ്ജുവിൻ്റെ അടുത്ത് പോകുന്നത് നല്ലതായിരിക്കില്ലെന്ന് അവർ വിചാരിച്ചു. എന്നാലും അവളെ കണ്ടതുകൊണ്ടുള്ള സന്തോഷം അവർക്കുണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം മോളല്ലേ. കാർ നീങ്ങി. അവൾ റോസിയമ്മയുടെ കണ്ണിൽ നിന്ന് മായുന്നവരെ റോസിയമ്മ അവളെ നോക്കിക്കൊണ്ടിരുന്നു. അഞ്ജുവിൻ്റെ കാര്യത്തിൽ മാത്രം തനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന ഒരു ചിന്ത അവർക്കുണ്ടായിരുന്നു. റോസിയമ്മ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആവണി കണ്ടു. എന്താ റോസിയമ്മ പുറത്തേക്ക് നോക്കുന്നത്? ആവണി ചോദിച്ചു. പെട്ടെന്ന് ആവണി ചോദിച്ചതും അവർ നോട്ടം മാറ്റി. എന്നിട്ട് പറഞ്ഞു, ഒന്നുമില്ല മോളെ, പുറത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേ വല്ലാത്തൊരു ആശ്വാസം. അവർ പറഞ്ഞൊപ്പിച്ചു. ദീപക്കും അഞ്ജുവും കൂടി ഇതേ സമയം കാറിൽ പോകുമായിരുന്നു. കാറിൽ കയറിയിട്ട് ഒരുപാട് സമയമായിട്ടും അഞ്ജുവിൻ്റെ മുഖത്ത് സങ്കടം തിങ്ങി നിന്നിട്ടുണ്ടായിരുന്നു. അവളൊന്നും മിണ്ടാതെ പുറത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ദീപക്കിന് മനസ്സിലായി അവളുടെ ഉള്ളിൽ നീറിപ്പോകുകയാണെന്ന്. അവൻ വണ്ടി സൈഡാക്കി. വണ്ടി പെട്ടെന്ന് നിർത്തിയതും അഞ്ജു ദീപക്കിനെ നോക്കി. അവൻ അപ്പോൾ അവളുടെ കൈയെടുത്ത് അവൻ്റെ ചുണ്ടിലേക്ക് ചേർത്ത് ഒരു ഉമ്മ കൊടുത്തു. അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത്. ദീപക് അവളോട് പറഞ്ഞു, എന്നിട്ട് തനിക്ക് ഞാനില്ലടോ, പിന്നെന്തിനാ ഈ വിഷമം? എന്നും കൂട്ടായി തണലായി ഈ ദീപക് ഉണ്ടാവും. മറ്റാരെയും പോലെ പകുതി വഴിയിൽ ഉപേക്ഷിച്ച് ഒരിക്കലും പോകില്ല. അതിന് എനിക്കാവില്ല. തന്നെ നോക്കിക്കൊണ്ട് നിറകണ്ണുകളോടെ പറയുന്ന അവനെ കണ്ടതും അഞ്ജുവിൻ്റെ ചുണ്ട് വിങ്ങി. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ദീപക് അവളുടെ തല തഴുകിക്കൊണ്ട് പറഞ്ഞു, എടോ, കാലം മായ്ക്കാത്ത മുറിവുകളില്ല. എന്നെങ്കിലും നിൻ്റെ ആവോസ് നിന്നെ തിരിച്ചറിയും. നിൻ്റെ കൂടെ നിൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ടായിട്ട് അവൾ കാണും. അതുവരെ നിൻ്റെ എല്ലാമായി ഞാനുണ്ടാവും എന്ന് അവൻ പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിൽ നിന്ന് മുഖം മാറ്റി അവനെ നോക്കി. തൻ്റെ വിഷമങ്ങളെ കണ്ട് വിഷമിക്കുന്ന ആദ്യത്തെ വ്യക്തിയാണ് ദീപക് എന്ന് തോന്നി അവൾക്ക്. തന്നെ ഉപേക്ഷിക്കാതെ ഇന്നും അവൻ കൂടെ ഉണ്ടാവും എന്ന്. അഞ്ജുവിന് ദീപക്കിനോട് ഒരുപാട് സ്നേഹം തോന്നി തുടങ്ങി ഈ വേളയിൽ. അഞ്ജു അവൻ്റെ മുഖം അവളുടെ കയ്യിൽ ചേർത്ത് നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. ദീപക്കിൻ്റെ കണ്ണ് അപ്പോൾ അടഞ്ഞുപോയി. ആ അടഞ്ഞ കണ്ണുകളിലും അവൾ മാറി മാറി ചുംബിച്ചു. എന്നിട്ട് അവനെ നോക്കിക്കൊണ്ടിരുന്നു. അവളുടെ മുഖത്ത് ചിരി വിടർന്നിട്ടുണ്ടായിരുന്നു. ഹാവും, എൻ്റെ മാഡം ചിരിച്ചല്ലോ. അതെ, നെറ്റിയിലും കണ്ണിലും മാത്രമല്ല, ഒരു തക്കാളിക്കവളും ഇവിടെ ഫ്രീ ആയി കിടക്കുന്നുണ്ടേ. ഒരു ഉമ്മ അതിലും കൂടി ആവാം വേണമെങ്കിൽ, അവൻ കുസൃതിയോടെ അഞ്ജുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൻ്റെ മുഖഭാവവും സന്തോഷവും എല്ലാം കണ്ടപ്പോൾ അഞ്ജുവിൻ്റെ ഉള്ളിലും ഒരു കുസൃതി തോന്നി. അവൾ അവൻ്റെ കവളിൻ്റെ അടുത്ത് ചുണ്ട് ചേർത്ത് ഒരു നല്ലൊരു കടി വെച്ചു കൊടുത്തു അവന്. അവൻ എരിവലിച്ചു. എന്താ അഞ്ജു കാണിച്ചേ എന്ന് കവള് തടവിക്കൊണ്ട് ചോദിച്ചു ദീപക്. അഞ്ജു കാറിൽ നിന്ന് പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് രണ്ട് കൈയും കൊണ്ടും സ്നേഹത്തോടെ അവൻ ഇറുക്കി പുണർന്നു. അങ്ങനെ അവരുടെ റൊമാൻസ് ഇവിടെ നടക്കുകയാണ്. മറുഭാഗത്താണെങ്കിൽ ഷോപ്പിംഗ് കഴിഞ്ഞ് ആവണിയും ഡേവിഡും അനുവെല്ലാം വീട്ടിലെത്തി. എല്ലാവർക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. റോസിയമ്മച്ചി എല്ലാവർക്കും ചായ ഉണ്ടാക്കി കൊടുത്തു. മോളെ, കല്യാണത്തിന് അധിക ദിവസങ്ങളൊന്നുമില്ല. മോളെ വിളിക്കേണ്ടവരെല്ലാം വിളിച്ചോ? സാറാമ്മച്ചി ആവണിയോട് ചോദിച്ചു. സാറാമ്മച്ചി ആ ചോദ്യം ചോദിച്ചപ്പോൾ ആവണിയുടെ മനസ്സിലൂടെ അഞ്ജുവിൻ്റെ മുഖം കടന്നുപോയി. അവളുടെ കണ്ണിൽ ഒരു കോണിൽ ചെറുതായി കണ്ണുനീർ അടിഞ്ഞുകൂടി. മുഖത്തെ സന്തോഷമെല്ലാം
പെട്ടെന്ന് അപ്രതീക്ഷമായി. ഒരു നിമിഷത്തേക്ക് അവളുടെ മുഖം മാറിയത് ഡേവിഡ് ശ്രദ്ധിച്ചിരുന്നു. അവന് മനസ്സിലായി അതിൻ്റെ കാരണം. മോളെന്താ ആലോചിക്കുന്നേ? വിളിച്ചോ? സാറ അമ്മച്ചി വീണ്ടും ചോദിച്ചു. ഒന്നുമില്ല അമ്മച്ചി, ഞാൻ ആരൊക്കെ വിളിക്കണം എന്ന് ആലോചിക്കുക. 2-3 പേരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു 3 പേരെയും കൂടി വിളിക്കണം. എന്നാൽ അമ്മച്ചി, ഞാൻ ഇതൊക്കെ റൂമിൽ കൊണ്ടുവയ്ക്കട്ടെ എന്ന് പറഞ്ഞ് ആവണി ഡ്രസ്സിൻ്റെ കവർ എടുത്ത് റൂമിലേക്ക് പോയി. റൂമിലേക്ക് പോയതും അത്ര നേരം അടക്കി പിടിച്ച കണ്ണുനീർ പെയ്തിറങ്ങാൻ തുടങ്ങി. അവൾ ഫോൺ എടുത്ത് ഡിലീറ്റാക്കാതെ വെച്ച അഞ്ജുവിൻ്റെ ഒരു ഫോട്ടോ നോക്കി. നീ എന്നെ ചതിക്കുകയായിരുന്നെങ്കിലും ഒരിക്കൽ പോലും എന്നോട് ആത്മാർത്ഥത കാണിച്ചിട്ടില്ലേടി. എന്തിനാ? ചതിക്കാനാണെങ്കിൽ നീ എന്നെ ഇത്രത്തോളം സ്നേഹിച്ച് കൂടെ കൊണ്ടു നടന്ന് നീ ശരിക്കും എൻ്റെ ഒരു കൂടപ്പിറപ്പ് തന്നെയായിരുന്നില്ലേടി. നീ എന്നോട് കാണിച്ച സ്നേഹം സത്യമായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കാം. ആ ദിവസങ്ങളൊക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇനി ഒരിക്കലും അതുണ്ടാവില്ലല്ലോ. നീ എന്നെ എത്ര ദ്രോഹിച്ചാലും എത്ര കഷ്ടപ്പെടുത്തിയാലും എനിക്ക് നിന്നോട് ദേഷ്യം തോന്നുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല. മനസ്സിൻ്റെ എവിടെയോ കോണിൽ ആ പഴയ സുഹൃത്ത് നീ ഉണ്ടായിരിക്കാം. എൻ്റെ കല്യാണ എൻ്റെ ഒപ്പം ഈ നിമിഷങ്ങളിൽ നീ വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇനി നടക്കില്ലല്ലോ. അവൾ അഞ്ജുവിൻ്റെ ആ ഫോട്ടോ നോക്കി പറഞ്ഞു. അപ്പോഴാണ് ഡേവിഡ് റൂമിലേക്ക് കയറി വന്നത്. ഡേവിഡിനെ കണ്ടതും ആവണി ഫോൺ മാറ്റി കണ്ണ് തുടച്ചു. എന്നിട്ട് ഡേവിഡിനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. എന്തു പറ്റി എൻ്റെ പെണ്ണിന്? കരഞ്ഞ ലക്ഷണമുണ്ടല്ലോ. അവൻ ആവണിയുടെ താടിത്തുമ്പ് പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ച് നിന്ന് പോയതാ, ആവണി പറഞ്ഞു. അവൾ പറഞ്ഞത് കേട്ട ഡേവിഡ് അവളുടെ ഷോൾഡറിലൂടെ പിടിച്ച് അവനോട് ചേർത്ത് നിർത്തി. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ വെറുതെ ഓരോന്ന് ആലോചിച്ചിട്ട് കരഞ്ഞതൊന്നുമല്ല എൻ്റെ പെണ്ണ്. അവളുടെ ഏറ്റവും നല്ല കൂട്ടുകാരി എന്ന് വിശ്വസിച്ച അഞ്ജനെക്കുറിച്ച് ആലോചിച്ചിട്ട് കരഞ്ഞതാ എന്ന് എനിക്ക് മനസ്സിലായി. അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. ഡേവിഡ് പറഞ്ഞത് കേട്ടതും അവൻ്റെ മുഖത്തേക്ക് നോക്കി ആവണി. ആ നോട്ടത്തിൻ്റെ പിന്നിൽ പല അർത്ഥങ്ങളും ഉണ്ടായിരുന്നു. അഞ്ജുനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നത് ഡേവിഡിന് ഇഷ്ടമാവാതിരിക്കുമോ? തന്നോട് അതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു അവൾക്ക്. അത് അവളുടെ നോട്ടത്തിൽ നിന്ന് തന്നെ ഡേവിഡിന് മനസ്സിലായി. പേടിക്കണ്ടടാ, ഞാൻ തന്നോട് ദേഷ്യപ്പെടുമൊന്നുമില്ല. എനിക്കറിയാം തൻ്റെ മനസ്സ്. ചിലർ അങ്ങനെയാടാ. നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ വില അവർക്കറിയില്ല. എൻ്റെ പെണ്ണ് അതൊന്നും ആലോചിക്കണം. ആദ്യം 2 ദിവസം കഴിഞ്ഞാൽ നമ്മളുടെ കെട്ടാം. എല്ലാവരുടെയും അനുഗ്രഹത്തോടെയും സമ്മതത്തോടെയും ഈ ആവണിയെ ഈ ശിവൻ സ്വന്താക്കാൻ പോവുകയാ. ഡേവിഡ് അത് പറഞ്ഞപ്പോൾ ആവണിയുടെ മുഖത്തെ സങ്കടം മാറി സന്തോഷമായി. ആ ദിവസം അവളുടെ മനസ്സിൽ കണ്ടു. അവളുടെ കവളിൽ ഡേവിഡ് അമർത്തി ചുംബിച്ചു. അവിടെ നന്നായി ഒന്നും കൂടി ചുവന്നു കേട്ടോ. അങ്ങനെ ഡേവിഡിൻ്റെയും ആവണിയുടെയും കല്യാണമായി. ഇളം പിങ്ക് നിറമുള്ള കല്യാണ സാരി ഉടുത്ത് റോസ് പൂവിൻ്റെ ഒരു ബൊക്കെയൊക്കെ പിടിച്ച് ഡേവിഡിനോടൊപ്പം ആവണി പള്ളിയിലേക്ക് എത്തി. യേശുവിൻ്റെ മുമ്പിൽ വെച്ച് അവർ വിവാഹിതരായി. വളരെ സുന്ദരമായ നിമിഷങ്ങളായിരുന്നു അത്. കെട്ടുകഴിഞ്ഞ് ഡേവിഡിൻ്റെ കൈ പിടിച്ചപ്പോൾ ആവണിയുടെ മനസ്സിൽ ഇനി താൻ അനാഥയല്ല, തനിക്ക് വേണ്ടി തൻ്റെ ഇച്ഛായനുണ്ട്, അല്ല ഇച്ഛായൻ്റെ കുടുംബമുണ്ട് എന്നുള്ള ചിന്ത ശക്തിപ്പെട്ടു. അവൾ അനുഭവിച്ച സങ്കടങ്ങളെല്ലാം മാറുകയാണ് എന്ന് തോന്നൽ അവളുടെ ഉള്ളിൽ വന്നു. അതവളിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിച്ചു. അവൾ മനസ്സുരുക്കി ഈശോയോട് നന്ദി പറഞ്ഞു. ഡേവിഡിനെ പോലെ ഒരാളെ അവൾക്ക് നൽകിയതിന്, അവളുടെ സങ്കടങ്ങൾ മാറ്റിയതിന്, ഈ കല്യാണം നടത്തി തന്നതിന്, അങ്ങനെ എല്ലാത്തിനുമായി ഈശോയോട് നന്ദി പറഞ്ഞു. ഇനി തങ്ങളുടെ ജീവിതം സുന്ദരമായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഈ നിമിഷത്തിൽ അവളുടെ മുഖം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവളുടെ മുഖത്തെ ചിരി കാണുമ്പോൾ റോസിയമ്മയുടെ മനസ്സിൽ ഒരുപാട് സന്തോഷം വന്നിറഞ്ഞു. കാരണം എൻ്റെ മകളുടെ ജീവിതം ഇനി എങ്ങനെയായിരിക്കും എന്നറിയാതെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു റോസിയമ്മ. റോസിയമ്മയ്ക്ക് ഡേവിഡ് ആവണിയുടെ കൈ പിടിച്ചപ്പോൾ ഒരുപാട് ആശ്വാസമായി. തൻ്റെ മകൾക്ക് നല്ലൊരു ജീവിതം ഇനിയെങ്കിലും കിട്ടുമെന്ന തിരിച്ചറിവ് അവരിൽ ആനന്ദം പകർന്നു. റോസിയമ്മ മാത്രമായിരുന്നില്ല,
ആവണിയുടെ മുഖത്തെ ആ സന്തോഷം കാണാൻ ആരും കാണാതെ അവളുടെ അഞ്ജുവും വന്നിട്ടുണ്ടായിരുന്നു. കൂടപ്പിറപ്പാണ് എന്നറിയില്ലെങ്കിലും ആവണി അഞ്ജുവിന് പ്രിയപ്പെട്ടതാണല്ലോ. പള്ളിയിൽ നിന്ന് റിസപ്ഷൻ നടക്കുന്ന ഹാളിലേക്ക് അവർ എത്തിയപ്പോൾ അവിടെ ആരും കാണാതെ അഞ്ജുവും ദീപക്കും നിൽപ്പുണ്ടായിരുന്നു. അഞ്ജുവിന് ആവണിയെ കണ്ടപ്പോൾ അവളുടെ അടുത്തേക്ക് പോകാൻ കൊതി തോന്നി. തൻ്റെ ആവൂസിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ തനിക്കാവുന്നില്ലല്ലോ എന്ന വിഷമവും അവൾക്കുണ്ടായിരുന്നു. ആവണിക്കായി അവൾ ഒരു കുഞ്ഞു സമ്മാനം കരുതിയിട്ടുണ്ടായിരുന്നു. അവൾ ആ സമ്മാനം അവിടെയുള്ള ഒരു കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് ആവണിക്ക് കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ആവണിയെ ഒന്നും കൂടി നോക്കിയിട്ട് പുറത്തേക്ക് പോയി. ആവണിയുടെ കയ്യിൽ ആ കുട്ടി ആ ഗിഫ്റ്റ് കൊടുത്തു. താങ്ക് യു മോളെ, ഇത് മോളുടെ ഗിഫ്റ്റാണോ? ആവണി കുഞ്ഞിൻ്റെ കവളിൽ കൊഞ്ചിച്ചുകൊണ്ട് ചോദിച്ചു. അല്ല ചേച്ചി, അത് അവിടെ നിൽക്കുന്ന ഒരു ചേച്ചിയും ചേട്ടനും തന്നതാ എന്ന് പറഞ്ഞ് ആ കുട്ടി അഞ്ജുവും ദീപക്കും നിന്ന സ്ഥലത്തേക്ക് കൈ ചൂണ്ടി കാണിച്ചു കൊടുത്തു ആവണിക്ക്. അവിടെ പക്ഷെ അവരുണ്ടായിരുന്നില്ലല്ലോ. അവിടേക്കൊന്ന് നോക്കിയ ശേഷം ആവണി ആ ഗിഫ്റ്റ് തുറക്കാനായി കവറ് തുറന്നു. പിന്നെ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് അടുത്ത പാട്ടിൽ കാണാം കേട്ടോ. ഗായ്സ്, ഇഷ്ടമായോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.